പുൽപ്പള്ളി, ചേകാടി, താഴശ്ശേരി പ്രദേശങ്ങൾ കടുവ ഭീതിയിൽ. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതിനാൽ വന്യജീവികൾ വളർത്തുമൃഗങ്ങളെ അടക്കം പിടികൂടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. പുൽപ്പള്ളി പഞ്ചായത്തിലെ ചേകാടിക്കടുത്ത താഴശ്ശേരി കോളനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്യജീവി 6ഓളം പട്ടിക്കുട്ടികളെയാണ് പിടികൂടിയത്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കന്നുകാലികളെ വളർത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. ഇവർ പകൽ സമയത്ത് കാവലിരുന്നാണ് കന്നുകാലികളെ മേയാൻ വിടുന്നത്. വനാതിർത്തി ആയതിനാൽ പട്ടാപ്പകൽ പോലും കടുവയും ആനയുമടക്കം നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. മുമ്പ് പശുക്കളെ അടക്കം കടുവ പിടികൂടിയ സംഭവങ്ങളും ധാരാളമായുണ്ട്. വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞ നിലയിലാണ്. ആനശല്യത്താൽ കൃഷി ഇറക്കാനും പ്രദേശവാസികൾക്ക് പറ്റുന്നില്ല. വയലുകളെല്ലാം തരിശായി കിടക്കുകയാണ്. വന്യജീവി ശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവട്ടെ അധികൃതർ തയ്യാറാവുന്നുമില്ല. ഇവിടെ മറ്റേ ഫെൻസിങ്ങൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ആ ഫെൻസിങ്ങൊന്നും ഒരു ഫലപ്രദവുമില്ല. ആ ഫോറസ്റ്റിന് നടുക്കിട്ടിട്ട് അത് നോക്കാനും ആളില്ല. ഒരാളിനെ നിയമിച്ചിട്ടില്ല വനംവകുപ്പ്. അങ്ങനെ ആ ഫെൻസിങ്ങൊക്കെ നശിച്ചു. പിന്നെ ഉള്ളിലായത് കൊണ്ട് ആന മരം മറിച്ചിട്ടിട്ട് പിന്നെ ഫെൻസിങ് അടിക്ക് പോയാൽ പിന്നെ കെട്ടാനുള്ള ആളില്ല. അങ്ങനെ ആ ഫെൻസിങ്ങൊക്കെ നശിച്ചു പോകുക. ഇവിടെ ആനയെ കൊണ്ടും പന്നിനെ കൊണ്ടും ഒരു കൃഷി എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട്. വീട്ടുകാർ പോലും വിളിച്ചാൽ 6 മണിക്ക് ശേഷം പിന്നെ ആരും വരില്ല. ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ആരും വരില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. അങ്ങനെയാണ്. ഇവിടത്തേക്കുള്ള റോഡുകളും മറ്റാബദ്ധമാണല്ലോ. റോഡ് അബദ്ധമാണ്. പകുതി വരെ ടാറിങ്ങുള്ളൂ. സിഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.